അപകടക്കെണിയൊരുക്കുന്ന ജീവനെടുക്കുന്ന കുഴികൾ ഉള്ള ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. വ്യത്യസ്ത ജില്ലകളിൽ നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ ചേരുന്നു. ദിലീപ് ദേവസ്യ, സിനോജ് തോമസ്, മുബഷീർ പി അക്ബർ, ഇക്ബാൽ അർക്കൽ, അർച്ചന രവീന്ദ്രൻ, സജോ ദേവസ്യ, അർജുൻ കല്യാട്, പ്രവീൺ പുരുഷോത്തമൻ, സ്വാന്തന സാജു. കണ്ണൂർ സെൻട്രൽ ജയിലിന് മുന്നിൽ ദേശീയപാതയിൽ കുഴി. 3 ആഴ്ച മുൻപാണ് ഗ്യാസ് പൈപ്പ് ലൈനായി കുഴിയെടുത്തത്. ഒരാൾ താഴ്ചയുള്ള കുഴിയിൽ 3 ദിവസത്തിനിടെ 2 അപകടങ്ങളുണ്ടായി. ഇന്നലെ സ്ഥലത്ത് ലോറിയും കാറും തമ്മിലിടിച്ച് അപകടമുണ്ടായി. കുഴി മുന്നിൽ കണ്ട് കാർ വെട്ടിച്ചതാണ് ഈ അപകടത്തിന്റെ കാരണം. അർജുൻ കല്യാട് ചേരുകയാണ് അവിടെ നിന്നും. അർജുൻ, തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ഒരു അപകടം, അതിന്റെ ദൃശ്യങ്ങൾ ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ്. ഈ ഒരു കുഴിയെക്കുറിച്ച് പറയുമ്പോൾ ഒരാൾ പൊക്കത്തിലൊക്കെയുള്ള ഒരു കുഴിക്ക് ഇപ്പോഴും പരിഹാരമാവുന്നില്ല അല്ലെ അർജുൻ? എന്താണ് അവിടുത്തെ കാഴ്ച? റോഷ്നി, ഗുഡ് ഈവനിങ്. എന്തായാലും ഒരാൾ താഴ്ചയിലുള്ള ഈ കുടി ജീവൻ എടുക്കുന്നത് വരെ മൂടാൻ കാത്തിരിക്കുകയാണോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. ഇന്നലെ പോലും ഇവിടെ വലിയ അപകടമുണ്ടായി. വലിയ നാഷണൽ പെർമിറ്റ് ലോറിയാണ് ലോഡുമായി കടന്നു വരുമ്പോൾ ഒരു കാറ് ഈ കുഴി പെട്ടെന്ന് മുന്നിൽ കാണുന്നു. അങ്ങനെ വലതുവശത്തേക്ക് വെട്ടിക്കുന്നു. ഈ ലോറിക്ക് ആ സമയത്ത് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവരും എന്ത് ചെയ്തു, നേരെ അവർ കടന്നു വരുന്നതിൻ്റെ വലതുവശത്തേക്ക് വെട്ടിച്ചു. അങ്ങനെയാണ് ഇന്നലെ അപകടമുണ്ടായത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ വേണ്ടി കഴിയും. ഈ കാണുന്ന വെള്ളക്കെട്ടുള്ള പ്രദേശത്ത് വലിയ താഴ്ചയിൽ, അതായത് ഏകദേശം ഒരാൾ മുങ്ങാൻ പാകത്തിലുള്ള ഒരു കുഴിയാണ് ഇത്. അദാനി ഗ്യാസ് പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്തിട്ടുള്ള ഒരു കുഴിയാണ്. പക്ഷേ ആ കുഴിക്ക് ഇപ്പോഴും, അതായത് ഇതിൻ്റെ പണി വളരെ വേഗത്തിൽ തീർക്കുക എന്നുള്ളതൊക്കെ ആയിരിക്കണമല്ലോ സ്വാഭാവികമായും ഇത്തരമൊരു അടിയന്തര സാഹചര്യത്തിൽ റോഡിലൊക്കെ കുഴി കുഴിക്കുമ്പോൾ പ്രത്യേകമായി ചെയ്യേണ്ടത്. പക്ഷേ 3 ആഴ്ചയായിട്ടും ഇതിനകത്ത് ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടാവുന്നില്ല. ഇതിങ്ങനെ കുഴി കുഴിച്ചു, അവരുടെ എന്തോ ഒരു പണി ഇവിടെ പൂർത്തിയാക്കി, പിന്നീട് ഇതിവിടെ ഇങ്ങനെ വെച്ച് മടങ്ങിയ അവസ്ഥയിലാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇതിൽ അപകടം എന്ന് പറയുന്നത്, റോഷ്നി, ഞാനിപ്പോൾ നിൽക്കുന്ന ഇത് ദേശീയപാതയാണ്. പുതിയ ദേശീയപാത പണി നടക്കുന്നത് മറ്റൊരു ഭാഗത്തുകൂടിയാണ്. ഇപ്പോൾ കടന്നു പോകുന്നത്, വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത് ഇതുവഴി തന്നെയാണ്. ഈ പറയുന്ന ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഹൈവേയുടെ ഒരു വശത്തുകൂടെ തളിപ്പറമ്പിൽ നിന്നുള്ള വാഹനങ്ങൾ വരുന്നു, മറിച്ച് കണ്ണൂരിൽ നിന്നും തളിപ്പറമ്പ് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളെല്ലാം അതുവഴിയും വരുന്നു. സ്വാഭാവികമായും തളിപ്പറമ്പിൽ നിന്ന് കണ്ണൂരിലേക്ക് വരുന്ന വാഹനങ്ങൾ മുന്നോട്ടേക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ടേക്ക് വരുമ്പോൾ വളരെ പെട്ടെന്നാണ് ഈ പറയുന്ന കുഴി ഇവിടെ കാണാൻ വേണ്ടി കഴിയുക. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അവർ വലതുവശത്തേക്ക് വാഹനം അടുപ്പിക്കും. അപ്പോൾ ഇടതുവശത്തുനിന്നും, അതായത് നേരെ എതിർ ദിശയിൽ നിന്നും വരുന്ന വാഹനം വളരെ പെട്ടെന്ന് ഈ വാഹനം വലതുവശത്തേക്ക് വെട്ടിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ അപകടമുണ്ടായ അവസ്ഥ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇന്നലെ ഈ സ്ഥലത്ത് അപകടമുണ്ടായപ്പോൾ ഇതിന് തൊട്ടടുത്തുള്ള മുത്തപ്പൻ ക്ഷേത്രമാണ്, സെൻട്രൽ പ്രസന്റ് മുത്തപ്പൻ ക്ഷേത്രമാണ്. ഇതിൻ്റെ മതിലുൾപ്പെടെ തകർന്നു പോയ അവസ്ഥ കാണാൻ വേണ്ടി കഴിയും. കാരണം ഇന്നലെ ഈ പറയുന്ന കണ്ണൂരിൽ നിന്നും തളിപ്പറമ്പ് ഭാഗത്തേക്ക് വരികയായിരുന്ന ലോറി കടന്നു വരുമ്പോൾ വാഹനം എന്ത് ചെയ്യണമെന്ന് അറിയാം, ലോറി ഡ്രൈവർ പെട്ടെന്ന് തന്നെ വാഹനം വെട്ടിച്ചു. അങ്ങനെ ലോറി അപ്പാടെ തന്നെ മറിഞ്ഞു. ഈ മതിലിന് മുകളിലേക്കാണ് ഈ വാഹനം ചെന്ന് പതിക്കുകയും ചെയ്തത്. ഒരു കുഴിയാണ് ഈ അപകടത്തിന് കാരണം എന്നുള്ളതാണ് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്ന ട്രാഫിക് SI ഉൾപ്പെടെ പറഞ്ഞത്. കാരണം ഈ കുഴി മൂടിയിരുന്നെങ്കിൽ സ്വാഭാവികമായും ആ കാറിന് മറ്റൊരു ബുദ്ധിമുട്ടുമില്ലാതെ കടന്നു പോകാൻ വേണ്ടി കഴിയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം. ആ കുഴി അവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇന്നലെ പോലും അവിടെ ഇങ്ങനെയുള്ള അറിയിപ്പ് ബോർഡുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഈ അപകടത്തിന് ശേഷമാണ് ഇത്തരമൊരു അറിയിപ്പ് ബോർഡുകൾ പോലും അവിടെ സ്ഥാപിക്കാൻ വേണ്ടി അധികാരികൾ തയ്യാറായത്. എന്തായാലും റോഡിലെ കുഴി ജീവനെടുക്കുന്നത് വരെ ഇതുപോലെ വയ്ക്കുകയാണോ എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്ന ഡ്രൈവർമാർ, അതുപോലെ തന്നെ നാട്ടുകാരെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പരാതി ഉന്നയിച്ചിരുന്നു. ഈ നാട്ടുകാരെല്ലാം പറയുന്നത് സ്വാഭാവികമായും ഈ ഓയിൽ പൈപ്പ് ലൈൻ്റെയൊക്കെ ഭാഗമായി ചിലപ്പോൾ റോഡിൽ കുഴിയൊക്കെ എടുക്കേണ്ടി വരും. പക്ഷേ ഇത്തരമൊരു റോഡിൽ, അതായത് നിരന്തരം നിത്യേന ആയിരക്കണക്കിന് വാഹനങ്ങൾ പോകുന്ന ഒരു റോഡിൽ ഇങ്ങനെ ഒരു കുഴി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പണി പൂർത്തിയാക്കി ആ സ്ഥലം, അതായത് ഈ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഇതിൻ്റെ അധികാരികൾക്കില്ലേ എന്നുള്ള ചോദ്യമാണ്. ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് റോഡിലാണ്. ഈ റോഡിൽ തന്നെയാണ് ഈ പറയുന്ന ഇവിടെ നിന്ന് എടുത്തിട്ടുള്ള മണ്ണും ചളിയും ഒക്കെ കൂട്ടിയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് ഈ റോഡിലൂടെ കടന്നു പോകാൻ വേണ്ടി കഴിയുന്നില്ല. ഈ കുഴിക്ക് ഒരാൾ താഴ്ചയുണ്ട് എന്ന് പറയുന്നത് വെറുതെയല്ല. അതായത് ഇന്നലെ അപകടമുണ്ടായ
ഉണ്ടായതിൻ്റെ 2 ദിവസം മുമ്പ്, അതായത് മിനിഞ്ഞാന്ന് ഒരു കാറ് ഈ കുഴിയിൽ അങ്ങനെ തന്നെ താണുപോയി. അതിൻ്റെ മുൻവശത്തുള്ള ബോണറ്റ് അങ്ങനെ തന്നെ ഈ കുഴിയിലേക്ക് താണു നിൽക്കുന്നതിൻ്റെ ഒരു ചിത്രം പോലും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പിന്നീട് ഈ പറയുന്ന ക്രെയിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ആ കാറിനെ പുറത്തേക്ക് എടുത്തത് എന്നുള്ളതും വലിയ ഒരു സംഭവം തന്നെയാണ്. എന്തായാലും ഈ കുഴികൾ, ഇത്തരം ചില അനാസ്ഥ, ചില ഒരു അലംഭാവം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും, ഇതിൻ്റെ ഗ്യാസ് പൈപ്പ് ലൈൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കേബിൾ ടിവിയുടെ ആയിക്കോട്ടെ, വാട്ടർ അതോറിറ്റി ആയിക്കോട്ടെ, റോഡിലൊക്കെ കുഴിയെടുത്ത് കഴിഞ്ഞാൽ അത് പലപ്പോഴും മൂടാനുള്ള ഒരു താമസം, അത് പലപ്പോഴും വലിയ അപകടങ്ങൾക്കൊക്കെ വഴിവെക്കാറുണ്ട്. ഇന്നലെ പോലും ജീവൻ രക്ഷപ്പെട്ടത് തലനാരിഴക്കാണെന്ന് പറയുന്നതിൽ ഒരു അതിശയോക്തിയുമില്ല. കാരണം കാർ ഡ്രൈവർ പെട്ടെന്ന് വലത്തോട്ട് തിരിച്ചപ്പോൾ ലോറി ഡ്രൈവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല. ലോറി അപ്പാടെ തന്നെ ഇടതുവശത്തേക്ക് അടുപ്പിച്ചു. അതോടുകൂടി തന്നെ ലോറി മറിഞ്ഞു വീണു. ആ ലോറി ഡ്രൈവർക്ക് വലിയ പരിക്കുകളില്ല എന്നുള്ളത് വലിയ ആശ്വാസമായിരുന്നു. അത്തരത്തിൽ തലനാരിഴക്ക് രക്ഷപ്പെടുകയാണ് ചില അപകടങ്ങളിൽ നിന്ന്. അതിനൊക്കെ പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറുന്നത് റോഡിലുള്ള ഇത്തരം കുഴികളാണ്. ഈ കുഴി കുഴിച്ചതാണെങ്കിൽ കുഴിക്കാതെ കുഴിഞ്ഞ ഒരുപാട് കുഴികളും റോഡിലുണ്ട്. അതിനേക്കാൾ വലിയ അപകടം ഇത്തരം കുഴിച്ച കുഴികൾ കാരണം ഉണ്ടാവുന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലാണ്. സെൻട്രൽ ജയിലിൻ്റെ തൊട്ട് മുൻവശത്താണ് സെൻട്രൽ ജയിലിലേക്ക് വരുന്ന വാഹനങ്ങളും അത്തരം നിത്യേന സർക്കാർ ജീവനക്കാർക്ക് തന്നെ ആവശ്യമായിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ് ഇത്തരം ഈ പറയുന്ന ഈ സെൻട്രൽ ജയിലിൻ്റെയും ഈ പരിസര പ്രദേശങ്ങളുടെയൊക്കെ സ്ഥലങ്ങൾ. പക്ഷേ ഇപ്പോഴും ഈ കുഴി ഇങ്ങനെ മൂടാതെ തന്നെ കിടക്കുകയാണ്. ഇതിൻ്റെ പണി പൂർത്തിയാക്കാതെ, അല്ലെങ്കിൽ പണി പൂർത്തിയാക്കാനുള്ള താമസം കൊണ്ട് കുഴി ഇങ്ങനെ തന്നെ കിടക്കുകയാണ്. വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ്. ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ, ഇതൊക്കെ നിത്യേന 100 കണക്കിന് യാത്രക്കാരൊക്കെ നടന്നു പോകുന്ന ഒരു പ്രദേശം കൂടിയാണ് റോഷ്നി. ഇവിടെയൊക്കെ നമ്മൾ കാണുമ്പോൾ വലിയ അപകടമില്ല എന്ന് നമുക്ക് തോന്നും. അതായത് മണ്ണല്ലേ, ചളിയല്ലേ, ഇതൊക്കെ സത്യം പറഞ്ഞാൽ കാല് വെച്ചാൽ താഴെ പോകുന്ന അവസ്ഥയാണ്. ഇത്രയും അധികം ഇതൊക്കെ നിത്യേന നിരവധി ആയിട്ടുള്ള ആൾക്കാർ നടന്നു പോകുന്ന വഴി കൂടിയാണ്. ഇവിടെയൊക്കെ വലിയ താഴ്ചയുണ്ട്. നമ്മൾ വലിയ പരിക്കില്ല, നടന്നു പോയാൽ എന്താണെന്ന് തോന്നുന്നു പോകുന്ന അവസ്ഥയാണ്. റോഡിന്റെ സൈഡാണ് അത്. കാൽനട യാത്രക്കാർക്ക് പോകേണ്ട ഒരു ഭാഗത്താണ് ആ വലിയ കുഴിയുള്ളത്. നോക്കൂ, അർജുൻ തന്നെ അവന്റെ കാല് തന്നെ അവിടെ ഒന്ന് വെച്ചതേ ഉള്ളൂ. അത് കുഴിയിൽ അകപ്പെട്ട നിലയിലാണ്. അർജുൻ പറഞ്ഞതാണ് കാര്യം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ഈ അപകടം, അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഈ കുഴികൾ എന്ന വിഷയത്തിലേക്ക് വീണ്ടും എത്തിയത്. കണ്ണൂരിൽ തന്നെ പല റോഡുകളിലും കുഴി എന്നുള്ളത് എപ്പോഴും കാണുന്ന ഒരു കാഴ്ച തന്നെയാണ്. പക്ഷേ ഈ കുഴി, അത് ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രദ്ധിക്കണം. ഇന്നലെ അത്രത്തോളം ഭാഗ്യമുള്ളത് കൊണ്ടാണ് അപകടത്തിൽ നിന്ന് ആളുകൾ രക്ഷപ്പെട്ടത്. ഈ കുഴിയിൽ അകപ്പെട്ട് മാത്രമല്ല വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത്. കുഴി കാണുമ്പോൾ തെന്നി മാറുന്ന വാഹനങ്ങളുണ്ട്. പിന്നീട് മറ്റൊരു വാഹനത്തിൽ ഇടിച്ചുമൊക്കെ ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ മരണങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. നോക്കൂ, അർജുന്റെ അത് കാൽനട യാത്രക്കാർക്ക് കടന്നു പോകേണ്ട വഴിയാണ്. ആ വഴിയുടെ ഭാഗത്താണ് ഈ ഒരു വലിയ കുഴി രൂപപ്പെട്ടിട്ടുള്ളത്. റോഡിൽ നിന്ന് വരുന്ന വണ്ടികൾക്കാണെങ്കിലും ആ കുഴി ഭീഷണിയാണ്. യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും എല്ലാം ഇത്തരത്തിൽ ഭീഷണിയായി നിൽക്കുന്ന കുഴികൾ തീരുന്നില്ല. കണ്ണൂരിൽ നിന്നുള്ള കാഴ്ചയാണ് അർജുൻ കല്യാട് നൽകിയത്. അർജുൻ, സൂക്ഷിച്ച് മടങ്ങണം, വീഴരുത്.